കോഴിക്കോട് ഓമശ്ശേരിയിൽ കൊട്ടിക്കലാശത്തിനിടെ UDF പ്രവർത്തകർക്ക് നേരെ CPIM പ്രവർത്തകൻ കത്തി വീശി എന്നൊരു വാർത്ത കൂടി വരികയാണ്. സമീർ സി മുഹമ്മദാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകുന്നത്. സമീർ, എന്താണ് സംഭവിച്ചത്? എവിടെയായിരുന്നു കൃത്യമായി ഈ സംഭവം? ഇന്നലെ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് ഓമശ്ശേരിയിൽ നടന്നത്. ഓമശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു ഈ വിധത്തിലുള്ള കൊട്ടിക്കലാശം ഉണ്ടായത്. UDF LDF പ്രവർത്തകർ തമ്മിലായിരുന്നു അവിടെ ചില വാക്കേറ്റം ഉണ്ടായി. അത് UDFന്റെ വാഹനം ബസ് സ്റ്റാൻഡിന് സമീപത്ത് പാർക്ക് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു വാക്കേറ്റം. ആ വാഹനം അവിടുന്ന് എടുത്തു മാറ്റണമെന്ന് LDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് മുതിർന്നില്ല. പിന്നീട് ആ വാക്കേറ്റം കയ്യാങ്കളിയോളം എത്തി. ആ വേളയിലാണ് CPIM പ്രവർത്തകനായിട്ടുള്ള സലാം അവിടേക്ക് കത്തിയുമായി എത്തിയത്. ഈ സലാം മുത്തേടത്ത് എന്നുള്ള വ്യക്തിയാണ് അവിടെ കത്തിയുമായി എത്തുകയും പിന്നീട് UDF പ്രവർത്തകർക്ക് നേരെ അത് വീശുകയും ചെയ്തു. ആ വേളയിൽ CPIM പ്രവർത്തകർ തന്നെ സലാമിനെ പിടിച്ച് മാറ്റുകയും ആ കത്തി അവിടുന്ന് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ആ മറ്റു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് UDFന്റെ മണ്ഡലം കമ്മിറ്റി കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഓമശ്ശേരിയിലാണ് കൊട്ടിക്കലാശത്തിനിടെ UDF പ്രവർത്തകർക്ക് നേരെ CPIM പ്രവർത്തകൻ കത്തിവീശിയത്. സമീർ സി മുഹമ്മദ് തുടരുകയാണ്. സമീർ, ഇതുൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ഈ രീതിയിൽ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നാളെ തിരഞ്ഞെടുപ്പ് ദിവസം വലിയ ജാഗ്രത ജില്ലയിൽ ആകെയില്ലേ? തീർച്ചയായും ഇന്നലെ വിവിധയിടങ്ങളിൽ പ്രധാനമായും ഒഞ്ചിയം, അതുപോലെ തന്നെ മാവൂർ, മുക്കം, വെള്ളയിൽ ഭാഗങ്ങളിലൊക്കെ തന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. UDF LDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയോളം എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. നേതാക്കൾ ഇടപെട്ടും അതുപോലെ തന്നെ പോലീസ് ഇടപെട്ടുമാണ് ആ രംഗങ്ങളെല്ലാം തന്നെ ശാന്തമാക്കിയിരുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു സാധ്യത നാളെ ഉണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട് റൂറൽ മേഖലയിലാണ് ഏറ്റവും അധികം പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉള്ളത്. അതുപോലെ തന്നെ അവിടെ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകൾ കൂടിയുണ്ട്. ആ ഇടങ്ങളിലൊക്കെ തന്നെ സായുധ സേനയെ കൂടി വിന്യസിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഏർപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ പട്രോളിംഗ്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നിശ്ചിത സമയങ്ങളിലുള്ള പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. രീതിയിൽ കനത്ത സുരക്ഷയും മുന്നൊരുക്കങ്ങളുമാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലുമുള്ളത്. സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.